മലപ്പുറം പൊന്മുണ്ട പഞ്ചായത്തിൽ കനത്ത തിരിച്ചടിയാണ് ലീഗിന് നേരിട്ടത്. ആകെയുള്ള 18 സീറ്റിൽ 13 സീറ്റിൽ കോൺഗ്രസ് CPM സഖ്യം വിജയിച്ചു. ലീഗിന് നേടാനായത് വെറും 4 സീറ്റാണ്. വലിയ തിരിച്ചടി നേരിട്ടു. 15 വർഷം ലീഗ് ഒറ്റയ്ക്ക് ഭരിച്ച ഒരു പഞ്ചായത്താണ് പൊന്മുണ്ടം പഞ്ചായത്ത്. എന്താണ് ആ തിരിച്ചടിക്ക് കാരണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ ഇപ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK മൊയ്തീൻകുട്ടി ചേരുന്നു. എന്താണ് ശരിക്കും തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മുണ്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ആരെ വേണം എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നടന്നത് രണ്ട് വലിയ പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും CPM, ഈ രണ്ട് പാർട്ടിയും കൂടി ഒരുമിച്ചാണ് ലീഗിനെ നേരിട്ടിട്ടുള്ളത്. സ്വാഭാവികമായും ലീഗിൻ്റെ രണ്ട് വിഭാഗം ആളുകളുടെ ഒരു ഭാഗത്തേക്ക് പോകുമ്പം, ഒരു കൊട്ടയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അത് സർവ്വസാധാരണമാണ്. പക്ഷേ ഇവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇവിടെ 18 വാർഡുകളിലും ഞങ്ങളുടെ കേഡൽ വോട്ടുകൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ 100% വന്നിട്ടുണ്ട്. അതിനേക്കാളും കൂടുതലെന്നല്ലാതെ കുറവ് വന്നിട്ടില്ല. പാർട്ടിയുടെ വോട്ടുകളിൽ എവിടെയും പാളിച്ചകൾ വന്നിട്ടില്ല. ആ രീതിയിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളോ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ജനകീയ മുന്നണി എന്ന് പറഞ്ഞ് സത്യത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം നിലവിൽ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ. കാര്യം ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ മുമ്പായിട്ട്, ഈ പറയുന്ന ഇലക്ഷന് മുമ്പായിട്ട് ഇവർ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയും CPM എന്ന് പറഞ്ഞ പാർട്ടിയും ഒരുമിച്ച് നിന്നു. കൊടിയോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ ഇല്ലാതെ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളിങ്ങനെ, ഇപ്പം നേരത്തെ ആരൊക്കെയോ സൂചിപ്പിക്കുന്ന കണ്ടു, ഞങ്ങൾ പിന്നെ ഈ ഭരണമാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. ആ രീതിയിലാണ് ജനങ്ങളെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ രണ്ടും കൂടി ഒരുമിച്ചാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, മത്സര രംഗത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ കൊടിയും അതുപോലെ തന്നെ CPMൻ്റെ കൊടിയായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോയത്. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ ഇലക്ഷനിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലടക്കം ഒരു സീറ്റ് പോലും CPMന് കൊടുക്കാത്ത അവസ്ഥയിലേക്ക് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നൊരവസ്ഥയിൽ ഇവിടെ CPMന് 3 സീറ്റ് അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ട് തുറക്കുന്ന പണിയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഈ പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടോടു കൂടി ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം ഇതിനെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം പ്രധാനമായി പൊന്മുണ്ടത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ CPMനെ സഹായിക്കാനാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇത് V. അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട് ആ ഒരു ചർച്ചയുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഇതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ മിനിസ്റ്റർ, നമ്മളുടെ MLA ആയിട്ടുള്ള V. അബ്ദുറഹ്മാൻ അടുത്ത വരാൻ പോകുന്ന 6 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അയാൾ ഇവിടുത്തെ ഇതിന് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള ഒരു ഗ്രൗണ്ട് സെറ്റാക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. ആ പണിയാണ് ഇപ്പോൾ മിനിയാന്ന് പോലും അയാൾ ഈ മിനിസ്റ്ററോട് വന്നു. ഈ പറയുന്ന ബ്ലോക്ക് പ്രസിഡൻ്റ് അടക്കം, അതായത് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റ് അടക്കം ഇവരുമായി കൂടിയാലോചന നടത്തുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ത് വേണമെന്നുള്ളത്. അപ്പം നമുക്കറിയേണ്ട ഈ UDF എന്ന് പറയുന്ന സംവിധാനത്തെ ചതിക്കുന്ന പണിയല്ലേ ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത്. DCC സെക്രട്ടറി അടക്കം മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ്. CPMും ഇവരും കോൺഗ്രസും കൂടി കൂട്ടുകൂടിയും കൊണ്ട്. അപ്പോൾ ശരിക്കും ഈ UDF എന്ന് പറയുന്ന കേരളത്തിലുള്ള ഈ ഒരു സെറ്റപ്പിനെ തകർക്കുന്ന രീതിയിലേക്കല്ലേ ഇവർ പോകുന്നത്. തീർച്ചയായിട്ടും DCCൻ്റെ ഇവിടുത്തെ DCC പ്രസിഡൻറ്റിൻ്റെ അനുമതിയോട് കൂടി തന്നെയാണ് ഈ പണി ചെയ്തിട്ടുള്ളത്. എന്താ സംശയം? ഇതിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ UDFൽ ശക്തമായിട്ട് ഈ വിഷയം സൂചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ വിഷയങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു UDF എന്ന് പറയുന്ന ഒരു നല്ല ഒരു സെറ്റപ്പായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ കോട്ടം തട്ടുന്ന രീതിയിലേക്കാണ് ഈ പറയുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ലീഗിൻ്റെ ഒരു നടപടി എന്താണ്? ഇനി ഇവിടുത്തെ കോൺഗ്രസുമായി എന്തായാലും യോജിച്ച് പോകാനുള്ള അത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നിലവിൽ സാഹചര്യം വളരെ മോശമായ രീതിയിലേക്ക് ഈ പറഞ്ഞ കോൺഗ്രസ് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇതൊക്കെ നല്ല രീതിയിലാവണം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളൊക്കെ മുന്നേ ഞങ്ങളിതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ആ സംഭവം ആ ഒരു സംവിധാനം ഇവിടെ വേണ്ട എന്നുള്ളത് മുൻകൂട്ടി തയ്യാറാക്കിയ ആ ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുപോയി. ഈ ഒരു അവസ്ഥ UDF എന്ന് പറയുന്ന സംവിധാനത്തെ ഈ പഞ്ചായത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇനി വരാൻ പോകുന്ന ഈ നിയമസഭാ ഇലക്ഷനിൽ ഈ കാര്യമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ എങ്ങനെ ഇത് അംഗീകരിക്കുക, ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക? ജനങ്ങൾ അംഗീകരിക്കില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ V. അബ്ദുറഹ്മാൻ പറഞ്ഞു, ഇത് ഇനി ഇവിടെയുള്ള നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറി, ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മത്സരിച്ചു, കൂടുതൽ നേതാക്കന്മാർ ഇപ്പോൾ ഒരു നടപടി ആവശ്യമില്ലേ? അത് നമ്മൾ സെക്രട്ടറി അടക്കം സൂചിപ്പിച്ചല്ലോ, സ്വാഭാവികമായിട്ടും നടപടികൾ വരും.
അങ്ങനെ വരാനാണ് സാധ്യത. UDF നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നടപടി എടുത്തേ ആവണം. ഇവിടെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവർ വലിയ ചോദ്യങ്ങൾക്ക് വലിയ ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും ആളുകളുടെ ചോദ്യങ്ങൾക്ക്. അതായത് ബ്ലോക്കിലേക്ക് മത്സരിച്ച് വിജയിച്ച സിദ്ദീഖ് പുല്ലാട്ട് എന്ന് പറയുന്ന ആൾ CPMൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ബൈ ആയിട്ടാണ് അവർ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. അവർക്ക് CPMന് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അവർ ഈ പറയുന്ന കോൺഗ്രസ്. അപ്പം സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിൽ UDFുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പം ഈ പറയുന്ന ബ്ലോക്ക് സ്ഥാനാർത്ഥി ആർക്ക് വേണ്ടി കൈവക്കും? അല്ലെങ്കിൽ CPMന് വേണ്ടി കൈപ്പൊക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി കൈപ്പൊക്കുമോ? അതൊക്കെ വലിയ ഉത്തരങ്ങൾ പറയേണ്ടി വരും അവർ. ഇനി ബോർഡ് വരാൻ പോവുകയാണ്. ബോർഡിലൊക്കെ ഇപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 10 സീറ്റിൽ ഞങ്ങൾ കോൺഗ്രസ് ഒറ്റക്കാണെന്നാണ് പറയുന്നത്. വരാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും അവർക്ക് കൂടുതൽ നടപടി എന്തായാലും വേണം തീർച്ചയായിട്ടും. എന്തെങ്കിലും ഇവിടെ UDF എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ രീതിയിൽ പണിയെടുത്തിട്ടുള്ള ആളുകൾക്കെതിരിൽ ശക്തമായ രീതിയിലുള്ള നടപടി ഉണ്ടാവണം. എന്തെങ്കിലും ഇവിടെ UDF സെറ്റായിട്ട് പോകുള്ളൂ. ഇതിന് ഈ പറയുന്ന വി അബ്ദുറഹ്മാന് വേണ്ടി തലവെച്ച് കൊടുത്ത പണിയാണ് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന DCC സെക്രട്ടറി ആണെങ്കിലും ബ്ലോക്ക് പ്രസിഡൻ്റ് അടക്കം ആൾക്കാർ, ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ വിന ഇവിടുത്തെ UDFൻ്റെ എല്ലാ ഭാഗത്തും അത് എഫക്റ്റ് ചെയ്യും. അതുണ്ടാവുക. അല്ലെങ്കിൽ നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ സീറ്റ് മറക്കേണ്ടി വരുമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി വേണം. കാരണം CPMുമായി സഖ്യത്തിൽ മത്സരിച്ച് വിജയിച്ച DCC സെക്രട്ടറിക്കും അതോടൊപ്പം ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ നടപടി ഉണ്ടാകണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളൊരു ആശങ്കയും ലീഗ് നേതൃത്വം പങ്കുവെക്കുന്നു. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.